നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുകയും ആ ലൈംഗിക പീഡന ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു ചാനൽ ചർച്ച നടത്തുകയുണ്ടായി. എല്ലാ ചാനലും നടത്തി. എന്നാലും 24 ചാനലിൽ ഗോപി കൃഷ്ണൻ നടത്തിയ ആ ചാനൽ ചർച്ചയിൽ ബഹുരസമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. അത് മറ്റൊന്നുമല്ല, സരനായിരുന്നു അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി വന്നത്. ഗോപി കൃഷ്ണൻ ഇൻട്രോ തുടങ്ങിയത് മറ്റൊരു രീതിയിലായിരുന്നു. ആ ഇൻട്രോയെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ നമ്മുടെ സരിൻ വളരെ കൃത്യമായി വസ്തുത നിരത്തിയും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ ഇൻട്രോയിൽ തന്നെ, ഇൻട്രോ എന്ന് പറയുമ്പോൾ അവതാരകരാണ് സാധാരണ ഇൻട്രോ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. എന്നാൽ സരിൻ ആ ഇൻട്രോയെ പൊളിച്ചുകൊണ്ട് സരിൻ ഒരു ഇൻട്രോ നടത്തി. അതാണ് ശരിക്കുമുള്ള ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ചാനൽ ചർച്ച എന്ന് പറയുമ്പോൾ മിക്കവാറും ഇടതുപക്ഷ പ്രതിനിധികളെ വിളിച്ചു വരുത്തി അതിന്റെ കൂട്ടത്തിൽ ഒരു 5-6 പേരെ കൊണ്ടിരുത്തും. എന്നിട്ട് ആ ചാനൽ ചർച്ചയിൽ കാണിക്കുന്ന കോപ്രായം എന്ന് പറയുന്നത് മറ്റ് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം ഈ അവതാരകനും ഇടതുപക്ഷ വിരുദ്ധനായിരിക്കും. എന്നിട്ട് അത് മുഴുവനും ഛർദ്ദിച്ചതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് മിനിറ്റുകൾ മാത്രം ഇടതുപക്ഷ പ്രതിനിധികൾക്ക് കൊടുക്കും. ഇതാണ് സ്ഥിരമായി കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്നതായിരുന്നു ഈ മാപ്രകളുടെ പണി. അപ്പോ സരിൻ വളരെ കൃത്യമായി അവരുടെ ഇൻട്രോയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കാര്യം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് സരിൻ മാത്രമേ ഉള്ളൂ. ഈ 24 ചാനലിന്റെ അവതാരകനായിട്ടുള്ള ഗോപി കൃഷ്ണൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ VR അനൂപ്, അദ്ദേഹം കോൺഗ്രസിന്റെ മീഡിയ പാനലിലുള്ള അംഗമാണ്. ആ VR അനൂപാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അവിടെ എഴുതി കാണിക്കുന്നത്. പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. ആ N ശ്രീകുമാറാണ്. ഈ N ശ്രീകുമാർ ആരാണ്? കോൺഗ്രസിന് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസിന് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു സ്ത്രീയെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ആ സ്ത്രീ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ അഭിഭാഷകയാണ്. അതും കോൺഗ്രസ്സുകാരിയായിരിക്കുമല്ലോ. അപ്പൊ 3 കോൺഗ്രസ്സുകാരെയും അവതാരകൻ കോൺഗ്രസിനെ ന്യായീകരിക്കാനായിട്ട് മിക്കവാർക്കും ശ്രമിക്കുന്നത്. ഈ 4 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഒന്നും പറയിപ്പിക്കാതെ സത്യാവസ്ഥ തുറന്നു പറയാൻ അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 4 കോൺഗ്രസ് ഈ അവതാരകനെ കൂട്ടിയാണ് പറയുന്നത്. 4 കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം സരിന് അഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവസാനം വരികയും ചെയ്യും. അതിനു മുമ്പേ ഈ ഇൻട്രോ തുടങ്ങി പൊളിച്ചെടുക്കുന്ന നിലയിലേക്കാണ് സരിന അത് തുടങ്ങിയത്. 24ന്റെ ആ വാർത്താ ചാനലിലെ ഇവർ തമ്മിലുള്ള ഡിബേറ്റ് തുടങ്ങുന്നത് ആ ഒരു ഇൻട്രോയ്ക്ക് ശേഷം നമ്മുടെ സരിൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. എന്താണ് പറയുന്നതെന്ന്. ഞാൻ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാനലിനെ ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പാനലിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നുകയാണ്. ഗോപി പറഞ്ഞ പോലെ ആയാൽ ചിലപ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. ഒന്ന്, അഡ്വക്കേറ്റ് VR അനൂപ്. അദ്ദേഹം കോൺഗ്രസിന്റെ പാനൽ അംഗമാണ്, മീഡിയ പാനൽ അംഗമാണ്, വക്താവാണ് എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മാധ്യമ നിരീക്ഷകന്റെ വേഷത്തിലുള്ള ശ്രീകുമാർ ഏട്ടനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, പ്രേക്ഷകരും തിരിച്ചറിയണം. നല്ല അസൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ആ ലേബൽ തന്നെയായിട്ടൊന്ന് തിരുത്തിയാൽ കുറച്ചുകൂടി നല്ലതാണ്. മൂന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് വിമല ബിനു. ഹായ് വിമല, നമസ്കാരം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിമല തന്നെയാണോ നോക്കുന്നത്, അതോ വേറെ ആളാണോ ഇപ്പൊ ലീഗൽ കാര്യങ്ങൾ നോക്കുന്നത്? എനിക്ക് തോന്നുന്നത് വിമല ഈ ചർച്ച മുഴുവിപ്പിക്കാൻ സാധ്യതയില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ നിർത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോ 3 കോൺഗ്രസ്സുകാരെ ഗോപി വിളിച്ചിരുത്തിയത് അത്യുത്തമം. ഒരാൾക്ക് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള പേര്, ഒരാൾക്ക് അഭിഭാഷക എന്നുള്ള പേര്. അനൂപ് വളരെ മാന്യമായി തന്നെ കോൺഗ്രസിന് വേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 3 പേരെയും കൃത്യമായി തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പ്രേക്ഷകർക്കും കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ. കാരണം അഡ്വക്കേറ്റ് വിമല ബിനു പ്രതിപക്ഷ നേതാവിനെ ന്യായീകരിച്ചു തുടങ്ങിയാൽ
പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേനും പാലും ആയിരിക്കും ഒഴുകുക. അപ്പോൾ ഇതാണ് ചാനൽ ചർച്ചയിൽ മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട്. ആ ചാനൽ ചർച്ചയിൽ ഇത് ഇൻട്രോ പറഞ്ഞു തുടങ്ങിയ ആളെ തന്നെ കുരുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം അതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് സരൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ട്. ഈ 3 കോൺഗ്രസ്സുകാരെ ഇരുത്തി ആ രാഹുൽ മാങ്കൂട്ടം എന്ന മാങ്കൂട്ടത്തെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും കൂടി ശ്രമിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ 3 പേരെയും കൊണ്ട് എടുത്തിട്ട് എന്നിട്ട് 3 കോൺഗ്രസ്സുകാരെന്ന് അതിന്റെ അടിയിൽ ഹെഡിങ് എഴുതിയാൽ പോരെ. ഇവര് ഒരാള് പത്രപ്രവർത്തകനെന്നും മാധ്യമ പ്രവർത്തകനെന്നും മറ്റൊരു അനുഭാവി എന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്, അഭിഭാഷകൻ എന്നും പറഞ്ഞു. ഇതിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കുന്നതിനും ഈ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൂടി ശ്രമിച്ച് മാപ്രകളെന്ന് ചുമ്മാതല്ല എല്ലാ ആൾക്കാരും വിളിക്കുന്നത്. ഇപ്പോ ഈ മയക്കും കൊണ്ട് എന്ന് കഴിയുന്ന ആൾക്കാരിട്ടുണ്ട് ഓടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ചാനൽ ചർച്ച അതിമനോഹരമായി മാറ്റി ഇരിക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള പി സരിൻ.